Objectives of cost accounting: classification of cost, ascertainment of cost, determination of selling price, ascertainment of profit, measurement and identification of means of increasing efficiency, ഫെസിലിറ്റേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം, ആദ്യം കോസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം, പിന്നെ കോസ്റ്റിനെ കണ്ടുപിടിക്കണം, അതാണ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. അത് കഴിഞ്ഞ് ഡിറ്റർമിനേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, എത്ര സെല്ലിംഗ് പ്രൈസ് വെക്കണം എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് കണ്ടുപിടിക്കും. നമുക്ക് ആക്ച്വൽ കോസ്റ്റ് അറിയാം, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് അറിയാം, അതിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മെഷർമെൻറ്റ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മീൻസ് ഓഫ് ഇൻക്രീസിങ് എഫിഷ്യൻസി, എങ്ങനെ എഫിഷ്യൻസി കൂട്ടാം. ഓക്കെ, അത് നമ്മൾ ഏതൊക്കെ രീതിയിൽ കൂടെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്യും, ആ ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫെസിലിറ്റേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ഫെസിലിറ്റേറ്റ് ചെയ്യും. നമുക്ക് കോസ്റ്റ് റിഡക്ഷനും ഇവിടെ സംഭവിക്കും, അതേപോലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ ബേസിസ് ഓഫ് മാനേജറൽ ഡിസിഷൻ മേക്കിംഗ്, മാനേജേഴ്സിന് ഡിസിഷൻസ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. കോസ്റ്റ് അക്കൗണ്ടിങ് ഡേറ്റ നോക്കിയിട്ട് മാനേജേഴ്സിന് കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Financial accounting and cost accounting rest on the same basic principle and use the same records, but each deals with the matter specifically pertaining to itself. രണ്ടും ബേസിക് പ്രിൻസിപ്പിളൊക്കെ സെയിം തന്നെയാണ്, അക്കൗണ്ടിങ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താ, അവിടുത്തെ ഒബ്ജക്റ്റീവ്സ് രണ്ടാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത് പ്രോഫിറ്റ്, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ്. ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താ? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ച് തരുന്നത് യൂണിറ്റ് കോസ്റ്റും പ്രോഫിറ്റും. അത് ഓരോ പ്രോഡക്റ്റ് ലൈൻ്റെയും പ്രത്യേകം ഹോൾ ബിസിനസ്സിൻ്റെത് മൊത്തത്തിൽ കണ്ടുപിടിക്കുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓരോ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് കോസ്റ്റ് ബേസിൽ നമുക്ക് യൂണിറ്റ് കോസ്റ്റുകളും അതിൻ്റെ പ്രോഫിറ്റും, അല്ലെ ഒരു പ്രോഡക്റ്റ് ലൈൻ അതിൻ്റെ പ്രോഫിറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് തരുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓവറോൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. പിന്നെ ഇതിൻ്റെ ഡിഫറൻസ് പ്രത്യേകം നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം അതിൻ്റെ മീനിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഫെസിലിറ്റേറ്റ്സ് ഡിറ്റർമിനേഷൻ, ട്രാക്കിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് വേരിയസ് കോസ്റ്റ്. നമ്മൾ ബിസിനസ്സിൽ ഇൻകർ ചെയ്ത് പല തരത്തിലുള്ള കോസ്റ്റുകളെ ഡിറ്റർമിൻ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എല്ലാമാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. അത് ഒരു പെർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും നമ്മളത് ചെയ്യുക. അതായത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ നമ്മൾ ഇയർ എൻഡ് ഡേറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റ് കുറയ്ക്കുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, ഇതൊക്കെയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെങ്കിലോ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെയും കംപ്ലീറ്റ് റെക്കോർഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് കാണും. അത് നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് കൂടുതലും ട്രാൻസാക്ഷൻസ് എല്ലാം നോക്കുന്നത്. ഇനി ഇൻഫർമേഷൻ റെക്കോർഡഡ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ ഇൻഫർമേഷനാണ് റെക്കോർഡഡ്? ഓൾ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ്, ഇങ്ങനെയുള്ള എല്ലാത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യും. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഓൾ ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ്. നമുക്ക് നമ്മുടെ ബിസിനസ്സിലുണ്ടായ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യും. അത് പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ പാർട്ട് ആവണമെന്ന് നിർബന്ധമില്ല. ഇവിടെ പറയുന്നു നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസും ഇൻകവും കൂടി നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യും. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മളത് കൺസിഡർ ചെയ്യത്തില്ല. പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് ഓഫ് കോസ്റ്റ് റെക്കോർഡഡ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റും പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റും രണ്ടും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റും ഉണ്ട്, പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റും ഉണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മാത്രം, കാരണം നമുക്ക് ഇൻവോയ്സ് ഉണ്ട്, ഇൻവോയ്സിൽ കൊടുത്തിരിക്കുന്ന കോസ്റ്റ് ആയിരിക്കും നമ്മളെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കാണിക്കുന്നത്. ഇനി മോഡ് ഓഫ് പ്രസൻറ്റേഷൻ. കോസ്റ്റ് അക്കൗണ്ട് നോ സ്റ്റാറ്റ്യൂട്ടറി ഫോംസ് ഓഫ് വോളണ്ടറി പ്രസൻറ്റേഷൻ. നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് നമുക്ക് വോളണ്ടറി പ്രസൻറ്റേഷനാണ്. ഇനി നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രിപ്പയർഡ് അക്കൗണ്ടിങ് ടു അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ടൈം പീരീഡ് ഓഫ് റിപ്പോർട്ടിങ്ങിൻ്റെ ടൈം പീരീഡ്. കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ നോ ഫിക്സഡ് ടൈം പീരീഡ് ഇല്ല. റിപ്പോർട്ട്സ് പ്രിപ്പയർഡ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. റിപ്പോർട്ട്സ് നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോഴാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഫിക്സഡ് ടൈം പീരീഡ് ഒന്നുമില്ല. പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയല്ല. യൂഷ്വലി ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം.
ഇനി യൂസേഴ്സ്, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻറ്റേർണൽ യൂസാണ്. കാരണം മെയിനായിട്ട് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഡേറ്റ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഇൻറ്റേർണൽ യൂസിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, മാനേജേഴ്സ്, എംപ്ലോയീസൊക്കെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് യൂസ് ഉള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരേപോലെ ഉപയോഗിക്കുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്, ഇൻറ്റേർണൽ യൂസേഴ്സും ഉണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ യൂസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സ്, നമ്മുടെ ക്രെഡിറ്റേഴ്സ്, അതായത് നമ്മുടെ റോ മെറ്റീരിയൽ സപ്ലയേഴ്സാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ്, അതേപോലെ ഗവൺമെൻറ്, ഷെയർ ഹോൾഡേഴ്സ്, ഇവരൊക്കെയാണ് നമ്മളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പാർട്ടീസ്. അപ്പോൾ ഇവർക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവരെയും കൂടി നമ്മൾ കാര്യങ്ങൾ അറിയിക്കണം. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഇൻറ്റേർണൽ യൂസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കോസ്റ്റിൽ തന്നെയാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ, കോസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് റിയലൈസ് എടുക്കാൻ പറ്റുന്ന വാല്യൂ അതിലേതാണോ കുറവ് അതിലായിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഏതാണോ കോസ്റ്റ് ആ കോസ്റ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത്. ഇനി മാൻഡേറ്ററി, അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ് മാൻഡേറ്ററി ഒന്നുമല്ല, ബട്ട് മാനുഫാക്ചറിങ് ഫേംസിന് മാത്രം മാൻഡേറ്ററി ആണ്. എല്ലാ ഫേംസിനും കോസ്റ്റ് അക്കൗണ്ടിങ് മാൻഡേറ്ററി അല്ല, ഒൺലി ഫോർ മാനുഫാക്ചറിങ് ഫേംസ് മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് മാൻഡേറ്ററി. ബട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എല്ലാ ഫേംസിനും മാൻഡേറ്ററി ആണ്. ഇനി പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, ഇവിടുത്തെ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, ജോബ്, ബാച്ച്, പ്രോസസ്സ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ ഇവിടെ മാനേജ്മെൻറ്റിന് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ നിർത്തിക്കൊണ്ട് പ്രോഫിറ്റ് ഇല്ലാത്ത നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ലൈൻസിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട്, സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ലൈൻസിലോട്ട് കൂടുതൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെങ്കിലോ നമ്മുടെ ഇൻകം, എക്സ്പെൻഡിച്ചർ ആൻഡ് പ്രോഫിറ്റ്, മൊത്തത്തിലുള്ള ബിസിനസ്സിൻ്റെ ഇൻകം, എക്സ്പെൻഡിച്ചർ, പ്രോഫിറ്റ് ഇതെല്ലാം കൂടി അനലൈസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ലൈൻ അല്ലെങ്കിൽ ജോബ്, ബാച്ച് അങ്ങനെയൊന്നുമില്ല. ഇനി ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഫോർകാസ്റ്റിംഗ് ഈസ് പോസിബിൾ ത്രൂ ബഡ്ജറ്റിംഗ് ടെക്നിക്ക്. നമ്മൾ ബഡ്ജറ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത്, അതായത് ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യും. ഫ്യൂച്ചറിൽ ഇത്ര കോസ്റ്റ് ഇൻകർ ആവും, ഈ വർഷം ഇത്രയും കോസ്റ്റ് ആയതുകൊണ്ട് ഫ്യൂച്ചറിൽ ഇത്ര ആവും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അതിന് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും കോസ്റ്റ് അക്കൗണ്ടിങ് പോസിബിൾ അല്ല. കാരണം ഇയർ എൻഡിൽ എല്ലാ എക്സ്പെൻസും ഇൻകർ ആയതിനു ശേഷം ആ ഇൻവോയ്സസ് എല്ലാം വെച്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതുകൊണ്ട് ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം, എല്ലാ എക്സ്പെൻസും ഇൻകർ ആയതിനു ശേഷം ചെയ്യുന്നതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഫോർകാസ്റ്റിംഗ് ഇല്ല. ഓക്കെ, ഫോർകാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നില്ല. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്.